പ്രിയപ്പെട്ടവരെ, ഇന്നലെ പി വി അൻവർ ഉന്നയിച്ച കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ സമൂഹത്തോടും അതേപോലെ തന്നെ സർക്കാരിനോടും അന്വേഷണ വിഭാഗമായ SITയോടുമൊക്കെ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിട്ട് കണ്ടു. അത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. കാരണം ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടും പി ശശിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ഫോൺ കോളും ആ കാലയളവിൽ പി ശശിയും ADGP അജിത് കുമാറുമൊക്കെ നടത്തിയ ആ ഫോൺ കോളിനെ കുറിച്ചും മാത്രമല്ല മാമി തിരോധാനം മുതൽ പൂരം കലക്കലടക്കമുള്ള ഒരുപാട് കേസുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് സർക്കാരിനോട് ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്കറിയാലോ, കോൺഗ്രസിൻ്റെ അസോസിയേറ്റ് മെമ്പറായി നിൽക്കുന്ന പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹം കാണിച്ച ആ ഒരു ആർജവത്തെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആശങ്ക, പി വി അൻവറിനോട് VD സതീശന് വളരെ താല്പര്യം കുറവാണ്. പി വി അൻവർ തോൽക്കാൻ തന്നെ കാരണം ഞാൻ ഇതിന് മുമ്പ് പച്ചക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനിന്നും പറയുന്നത്. പി വി അൻവർ ബേപ്പൂരിൽ തോൽക്കാൻ, കോഴിക്കോട് ജില്ലയിലെ എല്ലാ UDF സ്ഥാനാർത്ഥികളും വിജയിച്ച സാഹചര്യത്തിൽ ജനങ്ങളോട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചും സർക്കാരിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും ADGP അജിത് കുമാറിനെ കുറിച്ചുമൊക്കെ പച്ചക്ക് പറഞ്ഞ് മുന്നിലിറങ്ങിയ പി വി അൻവറിൻ്റെ തോൽവി അത് യാദൃശികമായി സംഭവിച്ചതല്ല എന്നുള്ളത്, അതിൻ്റെ ഉള്ളിൽ കോൺഗ്രസിൻ്റെ തന്നെ കുതികാല് വെട്ടലും പി വി അൻവർ ഒരിക്കലും ജയിച്ചു വരാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയിലുമാണ് അവിടെ പി വി അൻവർ പരാജയപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ കാരണം നമുക്ക് പരിശോധിക്കുമ്പോൾ പി വി അൻവർ VD സതീശനുമായി പാർട്ടിയിലില്ലാത്ത സമയത്ത് ഉന്നയിച്ച ചില ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ പി വി അൻവർ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല എങ്കിലും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പല സംഗതികളും, ഇപ്പോൾ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് കർണാടകയിൽ പോയി NDA നേതാക്കന്മാരെ കണ്ട ആ ഒരു സാഹചര്യത്തെയും പി വി അൻവർ മുന്നേ ഉന്നയിച്ച വിഷയങ്ങളെയും കൂടി കോട്ട് ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ അതും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പി വി അൻവർ ഉന്നയിച്ച ആ വിഷയത്തിൽ കൃത്യമായി നടപടി ഉണ്ടാകുമോ, മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം, സർക്കാർ ഇതിൽ ഇടപെടണം, SIT ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പി വി അൻവർ വന്ന് പറയുമ്പോൾ ഇനി എന്തായിരിക്കും അതിൻ്റെയൊക്കെ അവസ്ഥ, അത് കൃത്യമായി ഇടപെടുമോ എന്നുള്ളത് നമ്മൾ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്. VD സതീശന് പി വി അൻവറിനോടുള്ള ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഏത് അർത്ഥത്തിലാണ്, എത്ര ഗൗരവത്തോടെയാണ് അതൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. കാരണം നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നത സ്ഥാനത്തിരുന്ന് അതിനെ നിയന്ത്രിക്കുകയും അതിൽ ഒരുപാട് അപാകതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് EVM മെഷീന് കാവൽ നിൽക്കുകയും ചെയ്ത ആ ഒരു സാഹചര്യത്തിലേക്ക് നീക്കിയ രത്തൻ യു ഖേൽക്കർ വരെ VD സതീശൻ്റെ സെക്രട്ടറിയായി പിന്നീട് സ്ഥാനത്തേക്ക് കയറി വരുന്നതാണ് നമ്മൾ കണ്ടത്. മാത്രവുമല്ല, റോയി മാത്യുവിനെ പോലെ വർഗീയത സംസാരിച്ച മറുനാടൻ ഷാജൻ സ്കറിയ പി വി അൻവർ ഏറ്റവും കൂടുതൽ വിമർശനമുന്നയിച്ച, അതിനെതിരെ ശക്തമായ രീതിയിൽ അയാളുടെ വാർത്തക്കും അയാളുടെ നിലപാടുകൾക്കുമെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജൻ സ്കറിയയുടെ എഡിറ്ററായിരുന്ന റോയി മാത്യുവിനെയാണ് മറ്റൊരു സ്ഥാനത്തേക്ക് VD സതീശൻ ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കെ പി വി അൻവർ ഉന്നയിച്ച ഇത്തരം വിഷയങ്ങളിൽ എന്ത് അന്വേഷണമായിരിക്കും, എത്രത്തോളം ജാഗ്രതയായിരിക്കും അത്തരക്കാർക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ സംശയിച്ചു പോയാൽ അതിന് നമ്മളെ കുറ്റം പറയാൻ സാധിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പി വി അൻവറിൻ്റെ പരാജയം യാദൃശികമായിട്ടുണ്ടായതല്ല, അത് ആസൂത്രിതമായി പരാജയപ്പെടുത്തിയ ആ ഒരു സാഹചര്യം, പി വി അൻവർ VD സതീശനെതിരെ മുന്നേ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഹെലികോപ്റ്റർ യാത്ര, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിയമനങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പി വി അൻവർ പൊതുസമൂഹത്തിൽ ഈ സർക്കാരിനോട് സ്വന്തം മുന്നണിയിൽപ്പെട്ട ആളുകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ബോധ്യപ്പെടുത്തിയ ഈ സാഹചര്യം കൂടി വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ എന്ത് നീതിയാവും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആശങ്കയോടുകൂടി കാത്തിരിക്കുകയാണ്. അത് ജനങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം.
അതിൻ്റെ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാകണമെന്ന് PV അൻവറിനോടും അത്തരം കാര്യങ്ങൾക്ക് പരിപൂർണ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കാത്തിരിക്കാം. നിർത്തുന്നു. നന്ദി.